ഹായ് ഓൾ, സോ വെൽക്കം ടു ദ GIB ഡിസ്കഷൻ. നമ്മുടെ ഫസ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഡയമെൻഷൻസ് മാച്ച് ചെയ്യാൻ തന്നെയാണ്. സോ ഫസ്റ്റ് ടോർക്ക് എന്ന് പറയുന്ന എനർജിയുടെ സെയിം ഡയമെൻഷൻ ആണ്. അപ്പൊ ml² T⁻²-2 മാച്ച് ചെയ്യാം. ഇമ്പൾസ് എന്ന് പറയുമ്പോൾ മാസ് ഇൻറ്റു വെലോസിറ്റി, മൊമെന്റം തന്നെ എടുത്താൽ മതി. അപ്പൊ ml(T⁻⁻1) എന്ന് കിട്ടും. ml(T⁻⁻1) എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ B1 ആണ്. അപ്പൊ A3B1 എന്ന് പറയുന്ന ഓപ്ഷൻ നോക്കിയാൽ മതി. ഓപ്ഷൻ എ ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഡിസ്റ്റൻസ് എടുക്കാം. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് തന്നെയാണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഫോഴ്സ്, ലെങ്ത്, ടൈം തന്നിട്ട് ഡെൻസിറ്റി ഡയമെൻഷൻ കണ്ടുപിടിക്കാനാണ്. നമുക്ക് ഓപ്ഷൻ എലിമിനേഷൻ തന്നെ നടത്താം, അതല്ലേ എളുപ്പം. കാരണം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പൊ ml(3) ആണ്. അപ്പൊ ഇതിൽ ഏത് ഇട്ട് കൊടുക്കും ml(3) വരും എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എ എടുക്കാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ml(T⁻²) ഇൻറ്റു L⁻⁻4 T² എന്ന് വരും. L⁻1 L⁻⁻4 കൂടെ ചേർന്ന് L⁻3 ആകും. T⁻2 T² കൊണ്ട് T⁻0 എന്നാകും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷനിൽ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് തന്നിട്ട് ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എഴുതാനാണ്. ശ്രദ്ധിക്കണം, വെലോസിറ്റി ടൈം ഗ്രാഫ് അല്ല. ചാടി കയറി ഓപ്ഷൻ ഡിയിൽ കയറി കുത്തരുത്. ഓപ്ഷൻ ഡിയിൽ കയറി ചാടി കയറി കുത്തരുത്. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് ആണ്. ആക്സിലറേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഗ്രാഫ് എഴുതാനാണ് ചോദ്യം. അപ്പൊ ഇത് നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഗ്രാഫ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ y = mx+c റിലേഷൻ കൊടുക്കാം. y എന്ന് പറഞ്ഞാൽ ഇവിടെ v ആണ്. v = m എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടാൻ തീറ്റ, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. v0/x0 ആണ്. പക്ഷെ സ്ലോപ്പ് നെഗറ്റീവ് ആണ്. അപ്പൊ -v0/x0 × x പ്ലസ് y ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ v0 ആണ്. ഇങ്ങനെ എനിക്ക് ഇതിനെ മാറ്റി എഴുതാം. ഇവിടെ c എന്ന് പറയുന്നത് v0 എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ v/dv/dx ആണ്. അതിൽ ഇട്ട് കൊടുക്കാൻ കുറച്ചൊരു എളുപ്പമല്ല. അപ്പൊ എനിക്ക് ആ ഒരു ആക്സിലറേഷന്റെ കർവിന്റെ നേച്ചർ കിട്ടും. സോ ഞാൻ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. ഇവിടെ ഒരു എക്സ് ഉണ്ട്. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇവിടെ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. -v0/x0 എന്ന് കിട്ടും. ഇനി a = v/dv/dx എന്നാണ്. അപ്പൊ v എന്ന് പറഞ്ഞാൽ -v0/x0 × x പ്ലസ് v0 ഇൻറ്റു dv/dx എന്ന് പറഞ്ഞാൽ -v0/x0. അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പം പ്ലസ് v0² x0² × x -v0/x0. അപ്പൊ ആക്സിലറേഷന്റെ കർവും ഏകദേശം നമുക്ക് y = mx+c നേച്ചർ ആണ് കിട്ടുക. ആകെയുള്ള വ്യത്യാസം y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആണ്. ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ x ആക്സിസ് ആണ് ശരിക്കും നോക്കേണ്ടത്. y ഇന്റർസെപ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ദ x ആക്സിസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ വിൽ ബി ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, 2 particles are projected from the same point with the speed u such that they have the same range എന്നാണ്, ബട്ട് ഡിഫറെന്റ് മാക്സിമം ഹൈറ്റ്സ് എന്നാണ്. അപ്പൊ നമുക്ക് സെയിം റേഞ്ച് എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് തീറ്റയും ഒന്ന് 90 - ആയിരിക്കണം. കാരണം ഇവിടെ സ്പീഡ് u ആണെന്ന് പറയുന്നുണ്ട്. മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഒന്നാമത്തെ ആളുടെ u² sin²θ/2g ആണ്. അപ്പൊ രണ്ടാമത്തെ ആളെ എനിക്ക് എഴുതാം u² sin² 90 - sin 90 - എന്ന് പറഞ്ഞാൽ cos θ ആണ്. അപ്പം cos²θ/2g എന്ന് എഴുതാം. റേഞ്ച് എന്തായാലും എഴുതിയേക്കാം. റേഞ്ച് എന്ന് പറഞ്ഞാൽ u² sin2θ. sin2θ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. 2 sin θ cos θ/g എന്ന് എഴുതി. ഓപ്ഷൻ എല്ലായിടത്തും r² ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് r² എടുത്തു. അപ്പൊ u⁴ × 4 × sin²θ cos²θ/g² എന്ന് കിട്ടും. അപ്പൊ ഇതിലേക്കാണ് എനിക്ക് റിലേഷൻ എത്തിക്കേണ്ടത്. ഞാൻ h1 h2 ആണ് എല്ലാ ഓപ്ഷനിലും ഉള്ളത്. ഞാൻ ഇപ്പൊ h1 × h2 ഒന്ന് ചെയ്യാൻ പോവാണ്. h1 h2 ചെയ്യുമ്പം u² sin²θ/2g ഇൻറ്റു u² cos²θ/2g എന്ന് കിട്ടും. u⁴ sin²θ cos²θ/4g². u⁴ ഇതിലേക്ക് ഞാനതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. u⁴ sin²θ cos²θ/4g². അപ്പൊ എനിക്ക് ഇതിലേക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ h1 h2ന്റെ ഈ റേഞ്ചിന്റെ ഇവിടുന്ന് u⁴ sin²θ cos²θ/g² എന്നാണ് ടേം എന്ത് ചെയ്യാൻ പോവാണ്, എഴുതാൻ പോവാണ്. അപ്പൊ അത് എഴുതണമെങ്കിൽ എനിക്ക് ഇവിടെ r²/4 എന്ന് കിട്ടും. r²/4 = u⁴ sin²θ cos²θ/g². അപ്പൊ അതിന് പകരം ഞാൻ r²/4 എന്ന് കൊടുത്തു. സോ r²/4, പിന്നെ ഓൾറെഡി അവിടെ ഒരു 4 ഉണ്ടായിരുന്നു. അപ്പൊ r²/16 എന്ന് കിട്ടും. h1 h2 × 16 = r² എന്ന് എനിക്ക് ഫൈനൽ ആൻസർ കിട്ടും. r² = 16 h1 h2 ആണ് ശരി ഉത്തരം. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച്മെന്റ് മാത്രമാണ് ആ ചോദ്യം എന്ന് പറയുന്നത് തന്നെ. അടുത്തത് രണ്ട് ഗൺസ് A and B ക്യാൻ ഫയർ ബുള്ളറ്റ്സ് അറ്റ് സ്പീഡ്. ഒന്നിന്റെ സ്പീഡ് 1 ഉം മറ്റൊന്ന് 2 ഉം ആണ്.
From a point on the horizontal ground, they are fired in all possible directions. The ratio of maximum areas covered by the bullets fired എന്നാണ്. മാക്സിമം ഏരിയ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുന്നത് റേഞ്ചിനോട് ഈക്വൽ ആണ്. അല്ലെങ്കിൽ ഏരിയ പ്രപ്പോർഷണൽ ടു റേഞ്ചിന്റെ സ്ക്വയർ, അല്ലെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ എന്ന് പറയാം. ഒരു ഏരിയ പ്രപ്പോർഷണൽ ടു റേഞ്ചിന്റെ സ്ക്വയർ എന്ന് എനിക്ക് ഇവിടെ പറയാൻ സാധിക്കും. ഏരിയ പ്രപ്പോർഷണൽ ടു റേഞ്ചിന്റെ സ്ക്വയർ എന്ന് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, പറയാൻ സാധിക്കും. ഇവിടെ റേഞ്ചിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജിയുടെ സ്ക്വയർ ആണ്, അല്ലെങ്കിൽ പ്രപ്പോർഷണൽ ടു യു റേസ് ടു 4 എന്ന് വരും. അവിടെ ആംഗിളിനെ കുറിച്ചൊന്നും പറയുന്നില്ല, ജസ്റ്റ് വെലോസിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ എനിക്ക് ഇവിടുന്ന് പറയാം ഏരിയ എന്ന് പറയുന്നത് യു റേസ് ടു 4 പ്രപ്പോർഷണൽ ആണ്, or a1 by a2 equal to u1 by u2 the whole raised to 4 എന്ന് എഴുതാം, or 1 by 2 the whole raised to 4, or 1 by 16 എന്ന് കിട്ടും. 1 by 16 എന്ന് പറഞ്ഞാൽ 1:16 ആണ്, ഓപ്ഷൻ 1 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ തന്നെ വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. സ്വിം അക്രോസ് ദ റിവർ ഇൻ ദ ഷോർട്ടസ്റ്റ് ടൈം എന്നാണ്. ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറയുന്നത് വി ഷുഡ് സ്വിം സ്ട്രെയിറ്റ് സ്വിം ചെയ്യുന്നതാണ് ഷോർട്ടസ്റ്റ് ടൈം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങോട്ട് ചാടുന്നത്. ഷോർട്ടസ്റ്റ് ടൈം ആണെങ്കിൽ സ്ട്രെയിറ്റ് സ്വിം ചെയ്യണം, അതായത് തീറ്റയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി ആയിരിക്കണം. ദാറ്റ് ഈസ് ഡ്യൂ നോർത്ത് തന്നെ പോകുന്നതിനാണ് നമ്മൾ ഷോർട്ടസ്റ്റ് ടൈം എന്ന് പറയുന്ന റിവർ ആൻഡ് പ്രോബ്ലത്തിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ബ്ലോക്ക് ഈസ് പ്ലേസ്ഡ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. എ ടൈം ഡിപെൻഡന്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു KT ആക്സ് ഓൺ ദ ബ്ലോക്ക്. ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ അപ്പോൾ ഫോഴ്സ് ടൈമിന് പ്രപ്പോർഷണൽ ആയതുകൊണ്ട് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്, സ്ട്രേറ്റ് ലൈൻ വരും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, കാരണം അത് കൈനറ്റിക് ഫ്രിക്ഷന്റെ സമയത്താണ്. ഫസ്റ്റ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, അപ്പൊ സ്റ്റാർട്ടിങ് വരെ അത് ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നവരെ, ഫ്രിക്ഷൻ ഫോഴ്സിനെ ഓവർകം ചെയ്യുന്നവരെ അത് 0 ആയിരിക്കും. അതിനുശേഷമായിരിക്കും ഫോഴ്സ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ വരുന്ന ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത 2 ബ്ലോക്കുകൾ വെച്ചിട്ടുണ്ട്. The coefficient of friction between A and B is 0.2 and between B and the surface is 0.2. The maximum force that can be applied on B horizontally so that the block A does not slide over the block B എന്നാണ് ചോദ്യം. ഇത് സ്റ്റേബിൾ ആയിട്ടിരിക്കണം. അപ്പൊ ഇത് മൊത്തത്തിന് ഞാനൊരു സിസ്റ്റം ആയിട്ട് കൺസിഡർ ചെയ്യണം. റഫ് പ്ലെയിൻ ആയതുകൊണ്ട് ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം എഫ് മൈനസ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നതാണ് ഈ സിസ്റ്റത്തിന്റെ മാസ് ഇൻടു ആക്സിലറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ ഇവിടെ എനിക്ക് എഫ് മൈനസ് എഫ് എന്ന് എഴുതുമ്പോൾ എഫ് മൈനസ് മ്യൂ എം ജി ഈക്വൽ ടു എം എ എന്ന് കൊടുക്കാം. ഒരു എഫ് മൈനസ് മ്യൂ, അവര് തമ്മിലുള്ള ഫ്രിക്ഷൻ 0.2 ആണ്. മാസ് മൊത്തം സിസ്റ്റത്തിന്റെ മാസ് 4 ആണ്, ജി 10 ആണ്, ഈക്വൽ ടു മാസ് 4 ഇൻറ്റു എ എന്ന് കൊടുക്കാം. ഒരു എഫ് മൈനസ് 4 ടു 8 ഈസ് ഈക്വൽ ടു 4 എന്ന് കൊടുക്കാം. ഒരു എ ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 8/4. പക്ഷെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മ്യൂ ജി ആണ്, ബിറ്റ്വീൻ ദ സർഫസ് ആൻഡ് ദ സിസ്റ്റം. അപ്പൊ മ്യൂ എന്ന് പറഞ്ഞാൽ 0.2 ആണ്, 10 ആണ്. അപ്പൊ ഇവിടെ കിട്ടുന്ന ആക്സിലറേഷൻ ആക്ച്വലി 0.2 ഇൻറ്റു 10 ആണ്, അല്ലെങ്കിൽ 0.2 ഇൻറ്റു 10 ആണ്, അല്ലെങ്കിൽ ആക്സിലറേഷൻ എനിക്ക് എഴുതാം 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവിടുത്തെ മാക്സിമം ആക്സിലറേഷൻ 2 ആണ്. അപ്പൊ 2 ഈസ് ഈക്വൽ ടു എഫ് മൈനസ് 8/4 എന്ന് കൊടുക്കാം. ഒരു എഫ് ഈസ് ഈക്വൽ ടു 16 ന്യൂട്ടൺ. അപ്പൊ അത് വെച്ച് അവിടെ കിട്ടുന്ന മാക്സിമം ഫോഴ്സ് 16 ന്യൂട്ടൺ ആണ്. 16 ന്യൂട്ടൺ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ എന്ന് പറയാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം. എ ബ്ലോക്ക് ഓഫ് മാസ് 10 കിലോഗ്രാം ഈസ് കെപ്റ്റ് ഓൺ എ റഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ ആസ് ഷോൺ ഇൻ ദ ഫിഗർ. A force of 3 Newton is applied on the block. The coefficient of static friction between the plane and the block is 0.6. What should be the minimum value of P such that the block does not move downwards എന്നാണ്. ഫുള്ളി ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ അവിടുത്തെ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇത് താഴേക്ക് ഇറങ്ങിപ്പോൾ ഇങ്ങോട്ടൊരു ഫിക്ഷണൽ ഫോഴ്സ് കാണും, ഇസ് ഈക്വൽ ടു മ്യൂ എം ജി കോസ് തീറ്റയാണ്. ഇങ്ങോട്ട് ഓൾറെഡി ഒരു എം ജി സൈൻ തീറ്റയാണ്. അപ്പൊ ഇവരെല്ലാം ബാലൻസ്ഡ് ആയിട്ടിരിക്കണം. അപ്പം 3 പ്ലസ് എം ജി സൈൻ തീറ്റ എന്ന് പറയുന്നത് പി പ്ലസ് മ്യൂ എം ജി കോസ് തീറ്റയോട് ഈക്വൽ ആയിരിക്കണം. എനിക്ക് പി വേണം കണ്ടുപിടിക്കാൻ. 3 പ്ലസ് എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ എം ജി കോസ് തീറ്റ എന്ന് വരും. 3 പ്ലസ് എം ജി സൈൻ തീറ്റ കണ്ടുപിടിക്കാം. മാസ് 10 ആണ്, ജി 10 ആണ്. 1/√2 100/√2 എന്ന് എഴുതാം, ഓർ 50√2 എന്ന് എഴുതാം. അടുത്ത മ്യൂ എം ജി കോസ് തീറ്റ, മ്യൂ 0.6 ആണ്, ജി 10 ആണ്, എമ്മും 10 ആണ്, ജിയും 10 ആണ്. കോസ് തീറ്റ 1/√2 ആണ്. 60/√2 എന്ന് കിട്ടും, അല്ലെങ്കിൽ 30√2 എന്ന് കിട്ടും. സോ ഇവിടെ 3 പ്ലസ് 20√2, 20 ഇൻറ്റു 1.414 എന്ന് വെച്ചാൽ 28, 3 31, അപ്രോക്സിമേറ്റ്ലി ഓപ്ഷനിൽ 32 ന്യൂട്ടൺ ആണ്. സോ 32 ന്യൂട്ടൺ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം എന്ന് എനിക്ക് കൊടുക്കാം. അടുത്ത യൂണിഫോം ചെയിനിന്റെ റിലേഷൻ അറിയാം, വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ എത്ര ഹാങ്ങിങ് പോർഷൻ ഉണ്ടോ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് mgl/2n² ആണ്. അപ്പൊ എനിക്കിവിടെ mgl/2 ഇൻറ്റു 1/3 ഓഫ് ദ പോർഷൻ ആണ്. അപ്പൊ n 3, അപ്പൊ 3², 9 ഇൻറ്റു 2 18. അപ്പൊ mgl/18 എന്ന ആൻസർ കിട്ടും. mgl/18 ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ഒരു 60 HP മോട്ടർ, ഇലക്ട്രിക് മോട്ടർ ലിഫ്റ്റ്സ് ആൻ എലവേറ്റർ ഹാവിംഗ് എ മാക്സിമം ടോട്ടൽ ലോഡ് കപ്പാസിറ്റി ഓഫ്. അപ്പം മുകളിലേക്കാണ് എലവേറ്റർ പോകുന്നത്.
ഫോഴ്സ്. ആ ഫോഴ്സിന്റെ താഴേക്ക് 2000 കിലോഗ്രാമും ഉണ്ട്. അപ്പം 2000 കിലോഗ്രാം മൂലമുള്ളൊരു വെയിറ്റും ഉണ്ട്. പിന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്, അതും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് 4000 ആണ്. അപ്പം 4000 ന്യൂട്ടൺ ദ സ്പീഡ് ഓഫ് ദ എലവേറ്റർ അറ്റ് ഫുൾ ലോഡ് എന്നാണ് ചോദ്യം. അപ്പം ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് 20,000 പ്ലസ് 4000 എന്ന് വരും, അല്ലെങ്കിൽ 24,000 ന്യൂട്ടൺ ആണ് ടോട്ടൽ ഫോഴ്സ് വരിക. സ്പീഡ് കണ്ടുപിടിക്കണം. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സിന്റെ വെലോസിറ്റി ആണ്. വെലോസിറ്റി ഈക്വൽ ടു പവർ ബൈ ഫോഴ്സ് ആണ്. പവർ 60 HP ആണ്. 60 × 746 എന്ന് കൊടുക്കാം. ഫോഴ്സ് 24,000 എന്ന് വരും. ചെയ്തെടുക്കുമ്പോൾ ഏകദേശം 1.9 മീറ്റർ പെർ സെക്കൻഡ് എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ഒരു വലിയ ഷീറ്റ് ഉണ്ട്, അതിന്റെ മാസ് M ആണ്. അതിൽ M/4 ഭാഗമുള്ള ഒരു ഷീറ്റ് എന്ന് വെച്ചാൽ 1/4 പോർഷൻ ഓഫ് ഷീറ്റ് മുറിച്ചു കഴിഞ്ഞാൽ പോർഷൻ HBGO ഇസ് കട്ട് ഓഫ് എന്നാണ് പറയുന്നത്. കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് മാസ് ഓഫ് ദ റിമൈനിങ് പോർഷൻ എന്നാണ് ചോദ്യം. സെന്റർ ഓഫ് മാസ് ഓഫ് ദ റിമൈനിങ് പോർഷൻ ആണ്, കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുന്ന് A/4 അതേപോലെ ഇവിടുന്ന് B/4 ഇതിന്റെ HBGO എന്ന് പറഞ്ഞ പോർഷന്റെ സെന്റർ ഓഫ് മാസ്. നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ സെന്റർ ഓഫ് മാസിനെ ലൊക്കേറ്റ് ചെയ്യാം, XCOM കണ്ടുപിടിക്കാം. എന്നിട്ട് അതും ഇതിന്റെ കൂടെ കൂട്ടിയാൽ മതിയല്ലോ. എന്നിട്ട് അതിന്റെ കൂടെ A/2 B/2 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. അതിന് നമുക്ക് ആ ചെറിയ പോർഷൻ എടുത്തിട്ട് അവിടുത്തെ XCM YCM കണ്ടുപിടിക്കാം. സോ അതെനിക്ക് എഴുതാം M × X വിത്ത് റെസ്പെക്ട് ടു O ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ M × X മൈനസ് പുതിയ അവിടുത്തെ മാസ്, ചെറിയ മാസ് ഇൻറ്റു അവിടുത്തെ ദൂരം ഡിവൈഡഡ് ബൈ M - M എന്ന് എഴുതാം. കട്ട് ചെയ്താണല്ലോ. അപ്പം M × X അങ്ങോട്ടുള്ള ദൂരം 0, വലിയ മാസ്. അപ്പം M × 0 കൊടുക്കാം. മൈനസ് ചെറിയ മാസ് M/4 ആണ്. ചെറിയ മാസ് M/4 ആണ്. ഇൻറ്റു X എന്ന് പറയുന്നത് അവിടുത്തെ ദൂരം A/4 ആണ്. ബൈ M - M/4 എന്ന് കൊടുക്കാം. ചെയ്തെടുക്കുമ്പം M/4 വെട്ടിപ്പോട്ട് A/-A/12 എന്ന് കിട്ടും. അതുപോലെ YCOM കണ്ടുപിടിക്കാം. സിമിലർലി My - m × Y ബൈ M - M/4 എന്ന് കൊടുക്കാം. M/4 എന്ന് കൊടുക്കാം, കാരണം സ്മോൾ m M/4 ആണ്. ഇവിടെ ഇത് 0, ഇത് പോകും. M/4 എന്ന് പറയുമ്പോൾ -M/4 × B/2 എന്ന് കിട്ടും. ബൈ M - M/4 ഇവിടെ -B/12 കിട്ടും. ഇനി അതിന്റെ കൂടി A/2 B/2 കൂടെ ആഡ് ചെയ്യണം. സോ A/2 -A/12 എന്നും വരും. അതേപോലെ B/2 -B/12 എന്നും വരും. B/2 -B/12 എന്നും വരും. അപ്പൊ ഇവിടെ ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ 5A/12 എന്ന് കിട്ടും. ഇവിടെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5B/12 എന്ന് കിട്ടും. സോ 5A/12 5B/12 ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ആംഗുലാർ മൊമെന്റം എപ്പോഴും ശ്രദ്ധിക്കണം, R×F ആണ്. അപ്പോൾ R×P ആണ്. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആംഗുലാർ മൊമെന്റം ഡയറക്ഷൻ. എപ്പോഴും പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ആണ്. അതിന് മാറ്റമൊന്നുമില്ല. ആംഗുലാർ മൊമെന്റത്തിന്റെ ഡയറക്ഷന് മാറ്റമൊന്നുമില്ല. പിന്നെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ യൂണിഫോം കോൺസ്റ്റന്റ് സ്പീഡുള്ള സർക്കുലർ മോഷൻ ആണ്. അപ്പൊ MVR ആണ്. മാഗ്നിറ്റ്യൂഡ് എടുത്താൽ R ചേഞ്ച് ചെയ്യുന്നില്ല, Vയും ചേഞ്ച് ചെയ്യുന്നില്ല, M ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പൊ അടുത്തോളം കാലം റിമൈൻ സെയിം ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആണ്. ഓപ്ഷൻ ബി വിൽ ബി ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. അതായത് ഇവിടുന്ന് R/3 റേഡിയസ് ഉള്ള ഒരു മാസ് കട്ടായി കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ദ സെന്റർ ബാക്കിയുള്ള റിമൈനിങ് പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ചോദ്യം. അപ്പൊ ജനറലി ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പെർപെൻഡിക്കുലർ ആക്സിസ് കൂടെ പോകുന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ mr²/2 ആണ്. അപ്പൊ ഈ വലിയ സർക്കിളിന്റെ മാസ് 9m ആയതുകൊണ്ട് 9mr²/2 ആണ് ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത്. ഇനി കട്ട് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് നോക്കാം. അതിന്റെ റേഡിയസ് R/3 ആയതുകൊണ്ട് കട്ട് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I' എനിക്ക് കൊടുക്കാം. അതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ R/3² എന്നാണ്, ഓർ mr²/18 എന്ന് കിട്ടും. എനിക്ക് വിത്ത് റെസ്പെക്ട് ടു സെന്റർ എന്ത് വേണം? റിമൈനിങ് പോർഷന്റെ വേണ്ടത്. അപ്പം കട്ട് ചെയ്ത പോർഷന്റെ വിത്ത് റെസ്പെക്ട് ടു ദ എന്താണ് ഈ സെന്റർ ഓയിലേക്കുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഉണ്ടെങ്കിൽ എനിക്ക് പാരലാക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. അപ്പൊ എനിക്ക് I2 കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് I' പ്ലസ് M × 2R/3² എന്ന് കൊടുക്കാം. M × 2R/3. അപ്പൊ അതിനു മുമ്പായിട്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ കട്ട് ചെയ്ത പോർഷന്റെ മാസ് M എന്ന് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടിയുള്ള കാര്യമാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ കട്ട് ചെയ്ത പോർഷന്റെ മാസ് കണ്ടുപിടിക്കാൻ ഏരിയ ഓഫ് ദ കട്ട് ഓഫ് പോർഷൻ, കട്ട് ചെയ്ത പോർഷന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എടുക്കാം. ടോട്ടൽ ഏരിയ ഇൻറ്റു എനിക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഏരിയ ഇൻറ്റു ടോട്ടൽ മാസ് 9m ആണ്. കട്ട് ചെയ്തതിന്റെ പോർഷൻ ഏരിയ എന്ന് പറയുമ്പോൾ πr/3² ബൈ πr² ടോട്ടൽ ഏരിയ ഇൻറ്റു 9m എന്ന് കൊടുക്കാം. പൈയും വെട്ടിപ്പോവും.
ടു 3 സ്ക്വയർ 9 ആണ്. 9 9 വെട്ടിപ്പോയിട്ട് ആറും സ്ക്വയർ ആർ സ്ക്വയറും വെട്ടിപ്പോവും. പിന്നെ എം മാത്രമായിരിക്കും ബാക്കി വരിക. അപ്പം കട്ട് ചെയ്ത പോർഷന്റെ മാസം എന്ന് പറഞ്ഞാൽ എം ആണ്. അത് വെച്ചാണ് ഞാൻ ഐഡാഷിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദ കട്ട് ചെയ്ത പോർഷൻ കണ്ടുപിടിച്ചത്. എം ആർ സ്ക്വയർ 18 എന്ന് കിട്ടി. ഇനി അതിന്റെ കൂടെ പാരലാക്സിസ് തിയറം, അതിനോട് ബാക്കി സെന്ററിലേക്കുള്ള ദൂരം കൂടെ ആഡ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദ സെന്റർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടും കട്ട് ചെയ്ത പോർഷന്റെ. അപ്പൊ ഐഡാഷ് പ്ലസ് എം ഇൻറ്റു എം ആർ സ്ക്വയർ ബൈ 18 പ്ലസ് 4 എം ആർ സ്ക്വയർ ബൈ 9 എന്ന് കിട്ടും. ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 9 എം ആർ സ്ക്വയർ ബൈ 18 എന്ന് കിട്ടും. ഓർ എം ആർ സ്ക്വയർ ബൈ 12 എന്ന് കിട്ടും. അപ്പൊ കട്ട് ചെയ്ത പോർഷന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ വിത്ത് റെസ്പെക്ട് ടു സെന്റർ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. സോ എം ആർ സ്ക്വയർ ബൈ 2 ആണ്. മൊത്തം മൊമെന്റ് ഓഫ് ഇനർഷ്യ 9 എം ആർ സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ നെറ്റ് മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറഞ്ഞാൽ I1 മൈനസ് I2 കണ്ടുപിടിച്ചാൽ മതി, വിച്ച് ഈസ് 9 എം ആർ സ്ക്വയർ ബൈ 2 നിന്നും എം ആർ സ്ക്വയർ ബൈ 2 കുറയ്ക്കുക, 8 എം ആർ സ്ക്വയർ ബൈ 2 എന്ന് കിട്ടും. ഓർ 4 എം ആർ സ്ക്വയർ എന്ന് കിട്ടും. 4 എം ആർ സ്ക്വയർ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി G1 at a height h is equal to r/2 from the surface of earth is equal to the same value of acceleration depth d below the surface of earth. അങ്ങനെ റേഷ്യോ ഓഫ് d by r എന്നാണ് ചോദ്യം. അപ്പൊ എനിക്ക് ആദ്യം GH കണ്ടുപിടിക്കാം. GH എന്ന് പറഞ്ഞാൽ GR സ്ക്വയർ ബൈ r പ്ലസ് h ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പൊ എനിക്ക് കിട്ടും 4g by 9 എന്ന GH വാല്യൂ കിട്ടും. ഈ 4g by 9 തന്നെയാണ് ഡെപ്തിൽ എനിക്ക് ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ സാധിക്കുക. ഇസ് ഈക്വൽ ടു g ഇൻറ്റു 1 മൈനസ് d by r എന്ന് കൊടുക്കാം. ജിയും ജിയും വെട്ടിക്കളഞ്ഞാൽ 4 by 9 ഈക്വൽ ടു 1 മൈനസ് d by r എന്നും d by r ഈസ് ഈക്വൽ ടു 1 മൈനസ് 4 by 9 എന്നും അല്ലെങ്കിൽ 5 by 9 എന്നും ആൻസർ കിട്ടും. 5 by 9 എന്ന് പറഞ്ഞ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കാം. 4 ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഓഫ് മാസ് m are located at the corners of a square of side A. What should be their speed if each of them revolves under the influence of others' gravitational field in a circular orbit circumscribing the square എന്നാണ്. ശരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരാൾ മൂവ് ചെയ്യുന്ന വെലോസിറ്റി v ആണെങ്കിൽ സെൻട്രലിലേക്കുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ mv സ്ക്വയർ ബൈ r ആണ്. ഇവിടുത്തെ r എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, സ്ക്വയറിന്റെ ഡയഗണലിന്റെ പകുതിയാണ്. ഇവിടെ റേഡിയസ് r എന്ന് പറയുന്നത് ശരിക്കും a/√2 ആണ്. അതവിടെ നോക്കുക, റേഡിയസ് r എന്ന് പറഞ്ഞാൽ a/√2 ആണ്, കാരണം ഡയഗണലിന്റെ പകുതി. ശരി, ഇനി നമുക്ക് ആ സ്ക്വയറിനെ സെപ്പറേറ്റ് എടുത്ത് അവിടുത്തെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാം. ഒരെണ്ണത്തിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ്. അപ്പൊ ഇവിടെ മാസ് എം ഒരു മാസ് എടുത്തെന്ന് വെച്ചോ, ഇയാൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇങ്ങോട്ടും ഒരു അട്രാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യുന്ന ആളെ എനിക്ക്, അപ്പൊ ഇങ്ങോട്ടൊരു ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ ഉണ്ട്, ഇങ്ങോട്ടൊരു ജി എം സ്ക്വയർ ബൈ എ സ്ക്വയർ ഉണ്ട്. അപ്പൊ അതിന്റെ രണ്ടിന് റിസൾട്ടന്റ് ആയിട്ട് എനിക്ക് √2 gm സ്ക്വയർ ബൈ എ സ്ക്വയർ കിട്ടും. ആ √2 gm സ്ക്വയർ, അപ്പൊ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എഴുതാം. നെറ്റ് ഫോഴ്സ് ഈക്വൽ ടു √2 gm സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഉണ്ട്, അത് gm സ്ക്വയർ ബൈ ഈ ദൂരമാണ്. ഈ ദൂരം എന്ന് പറഞ്ഞാൽ √2a ന്റെ സ്ക്വയർ, അപ്പൊ 2a സ്ക്വയർ എന്ന് കിട്ടും. അല്ലെങ്കിൽ എനിക്ക് എഴുതാം gm സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു √2 പ്ലസ് 1/2 എന്ന് കിട്ടും. 0.5 പ്ലസ് 1.4, 1.4 പ്ലസ് 0.5 എന്ന് എഴുതാം, 1.9 എന്ന് എഴുതാം. 1.9 gm സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് എഴുതാം. ഈക്വൽ ടു, അത് എന്തിനോട് ഈക്വൽ ആണ്? mv സ്ക്വയർ ബൈ ആറിനോട് ഈക്വൽ ആണ്. ആർ എന്ന് പറഞ്ഞാൽ a/√2 ആണ്. അപ്പൊ a/√2 മുകളിലേക്ക് പോകും. എമ്മും ഒരെമ്മും വെട്ടിക്കളയാം, ഒരേയും വെട്ടിക്കളയാം. വി സ്ക്വയർ, അപ്പം വി ഇസ് ഈക്വൽ ടു 1.9 ബൈ √2. √2 എന്ന് പറഞ്ഞാൽ 1.4 ഇൻറ്റു റൂട്ട് ഓഫ് gm ബൈ എ, ഏകദേശം 1.16 ഇൻറ്റു റൂട്ട് ഓഫ് gm ബൈ എ എന്ന ആൻസർ കിട്ടും. റൂട്ട് gm ബൈ എ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. 2 കണ്ടക്ടിങ് സ്ഫിയേഴ്സ് ഉണ്ട്, ഒന്ന് എയും മറ്റൊന്ന് ബിയും. അവർ തമ്മിലുള്ള ദൂരം r ആണെന്ന് വിചാരിക്കുക, ചാർജ് q ആണെന്ന് വിചാരിക്കുക. അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 1/4πε0 q സ്ക്വയർ ബൈ r സ്ക്വയർ. ഇനി എയും എയിലേക്ക് സി എന്ന് പറഞ്ഞ ഒരു അൺചാർജ്ഡ് സ്ഫിയറിനെ ടച്ച് ചെയ്തു. അപ്പൊ അവിടുത്തെ നെറ്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് ആണ്. അപ്പം ആവറേജ് എന്ന് പറയുമ്പോൾ q/2 ആയി മാറും എയുടെയും സിയുടെയും ചാർജ്. ഇനി സീനെ കൊണ്ട് q/2 ഉള്ള സീനെ കൊണ്ട് ബിയിൽ ടച്ച് ചെയ്തു. അപ്പം q പ്ലസ് q/2/2 എന്ന് വരും, 3q/4 എന്ന് വരും. സോ ബിയുടെ ചാർജ് ഇപ്പം 3q/4 എന്നായി മാറി. ബിയുടെ ചാർജ് എത്രയായി മാറി? 3q/4 ആയി. ഇനി എയും ബിയും തമ്മിൽ നമുക്ക് നോക്കാം. ഈ എയും ബിയിൽ
എ Q/2 ബി 3Q/4 ഡിസ്റ്റൻസ് 6 തന്നെ. എനിക്ക് ഫോഴ്സ് എഫ് ഡാഷ് എഴുതാം 1/4πε0 3Q²/8R² എന്ന് വരും, അല്ലെങ്കിൽ 3F/8 എന്ന ആൻസർ കിട്ടും. 3F/8 ഈസ് ദ റൈറ്റ് ആൻസർ. കോമൺ ടൈപ്പ് ഓഫ് ചോദ്യമാണ്. ചാർജ് Q ഈസ് പ്ലേസ്ഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ ലൈൻ ജോയിനിങ് ടു ചാർജസ്. ഇത് മറ്റേ ഷോർട്ട് ഇക്വേഷൻ പഠിച്ചില്ലെങ്കിലും ഇവിടെ Q, ഇവിടെ ഒരു Q, ഇവിടെ ഒരു Q, ഡിസ്റ്റൻസ് R എന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു ചാർജ് എടുക്കുക, അതിന്റെ അറ്റത്തുള്ള ചാർജിൽ എടുക്കാൻ ശ്രദ്ധിക്കണേ, ചെയ്യാൻ എളുപ്പമാണ്. അറ്റത്തുള്ള ചാർജ് എടുക്കുക, അവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 ഇക്വേറ്റ് ചെയ്യുക. സോ അറ്റത്തുള്ള ചാർജിലേക്ക് വരുന്ന നെറ്റ് ഫോഴ്സ് ഒന്ന് വലിയ Q മൂലമാണ്, മറ്റൊന്ന് ചെറിയ Q മൂലം. രണ്ടുപേരും റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ away from എന്ന് കൊടുക്കാം. സോ നെറ്റ് ഫോഴ്സ് 0 ഈസ് ഈക്വൽ ടു FQ പ്ലസ് FQ എന്ന് എഴുതാം. FQ എന്ന് പറഞ്ഞാൽ 1/4πε0 Q² ഡിസ്റ്റൻസിന്റെ സ്ക്വയർ 4R². മറ്റത് 1/4πε0 Q into Q ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് R ആണ്, അതിന്റെ സ്ക്വയർ ഈക്വൽ ടു 0 ആണ്. KQ²/4R² ഈക്വൽ ടു മൈനസ് KQQ/R² എന്ന് എഴുതാം. R² വെട്ടിക്കളയാം, Qയും Qയും വെട്ടിക്കളയാം. ഇവിടെ എനിക്ക് കെയും വെട്ടിക്കളയാം. Q ഈസ് ഈക്വൽ ടു മൈനസ് Q/4 എന്ന് കിട്ടും. മൈനസ് Q/4 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, കപ്പാസിറ്റേഴ്സിൽ ഹീറ്റ് ലോസ് ആണ്, അല്ലെങ്കിൽ എനർജി ലോസ് എന്ന് പറഞ്ഞാൽ C1 C2/2 ഇൻറ്റു C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ ആണ്. ഇവിടെ C2 എന്ന് പറഞ്ഞാൽ C/2 ആണ്, V2 എന്ന് പറഞ്ഞാൽ 0 ആണ്, C1 എന്ന് പറഞ്ഞാൽ C ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ C ഇൻറ്റു C/2/2 ഇൻറ്റു C പ്ലസ് C/2 ഇൻറ്റു V0². കാരണം ഇവിടെ V1 എന്ന് പറഞ്ഞാൽ V0 ആണ്. ഇവിടെ എനിക്ക് 1/3 വരും C V0², പിന്നെ ഒരു 2 ഓൾറെഡി താഴെയുണ്ട്, അപ്പോൾ 1/6 C V0² എന്ന് കിട്ടും. കാരണം 3C/2 എന്ന് വരും, 2 ക്യാൻസൽ ചെയ്ത് 3 × 2 6 ആകും. അപ്പോൾ 1/6 C V0². ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ഇവർ പറയുന്നത് ഒരു ഹെക്സഗണിന്റെ 5 കോർണറിൽ 5 പോസിറ്റീവ് ചാർജുകളും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജും വെച്ചു എന്നാണ് പറയുന്നത്. അല്ല, നടുക്കൊരു നെഗറ്റീവ് ചാർജ് വെച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ ചാർജ് ഒന്നും ഇല്ല. നടുക്ക് നെഗറ്റീവ് ചാർജ് വെച്ച് ഇയാൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇയാൾ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇയാൾ ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യും. ഇവർ രണ്ടുപേരും ക്യാൻസൽ ആയിപ്പോവും. ആകെയുള്ളത് ഇനി ഈ സംഭവം മാത്രം. ഒരു -Q ഉണ്ട്, ഒരു Q ഉണ്ട്, തമ്മിൽ L ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ 1/4πε0 Q²/L² എന്ന് വരും. 1/4πε0 Q1 Q2. അപ്പോൾ Q² ഡിസ്റ്റൻസിന്റെ സ്ക്വയർ L². അപ്പോൾ 1/4πε0 Q²/L². ഓപ്ഷൻ 1 ആണ്. 1 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോവാം. സെക്ഷൻ ബി നോക്കാം. ചോദ്യം, ദ റെസിസ്റ്റൻസ് R ഈക്വൽ ടു V/I. അവിടെ V തന്നിട്ടുണ്ട്, I തന്നിട്ടുണ്ട്. പെർസെന്റേജ് എററിന്റെ വാല്യൂ ഓഫ് X എന്നാണ് ചോദ്യം. അപ്പൊ എക്സിൽ ഉണ്ടാവുന്ന പെർസെന്റേജ് എറർ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള എക്സിൽ ഉണ്ടാവുന്ന പെർസെന്റേജ് എറർ. സോ ക്വസ്റ്റ്യൻ നോക്കുക. R ഈക്വൽ ടു V/I ആയതുകൊണ്ട് തന്നെ R ഈസ് ഈക്വൽ ടു V/Iയിൽ നിന്നും എനിക്ക് ഡെൽറ്റ R/R ഇൻറ്റു 100 എഴുതാം. ഇസ് ഈക്വൽ ടു ഡെൽറ്റ V/V ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ I/I ഇൻറ്റു 100 എന്ന് എഴുതാം. ഡെൽറ്റ V 2 ആണ്. അപ്പൊ 2/50 ഇൻറ്റു 100 പ്ലസ് ഡെൽറ്റ I 0.2/20 ഇൻറ്റു 100 എന്ന് എഴുതാം. ഇവിടെ 4 വരും, ഇവിടെ 1 വരും. 5% is the right answer. 5% is the right answer. In the figure shown below, the charge on the left plate of the 10 microfarad capacitor is 30 microcoulomb. അപ്പോൾ ഇവിടുത്തെ ചാർജ് 30 microcoulomb ആണ്. The magnitude of charge on the right plate of 6 microfarad capacitor എന്നാണ് ചോദ്യം. നമുക്ക് ഇവിടുത്തെ നെറ്റ് ചാർജ് കിട്ടി 30 microfarad ആണ്. ഇവിടുത്തെ ചാർജ് നമുക്ക് വോൾട്ടേജ് ഡിവൈഡർ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. കാരണം സെയിം ബ്രാഞ്ച്, ടോട്ടൽ ചാർജ് ഇൻറ്റു സെയിം ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ ടോട്ടൽ. 180/10 എന്ന് കൊടുക്കാൻ 18 മൈക്രോകൂളംബ് എന്ന ആൻസർ കിട്ടും. 18 ഈസ് ദ റൈറ്റ് ആൻസർ. 18 ആണ് ശരി ഉത്തരം. കാരണം ഈ ചാർജ് വന്നിട്ടാണ് ഇതിങ്ങനെ സ്പ്ലിറ്റ് ആയി രണ്ടിടത്തേക്ക് പോകുന്നത്. സ്പ്ലിറ്റ് ആകുമ്പോൾ ഇത് ടോട്ടൽ ചാർജ് ഇൻറ്റു സെയിം ബ്രാഞ്ച് കപ്പാസിറ്റർ ബൈ ടോട്ടൽ കപ്പാസിറ്റൻസ്. A particle is projected vertically from the surface of Earth with a kinetic energy equal to half of the minimum value needed for it to escape. Given kinetic energy is equal to half minimum value needed to escape. Half escape. Kinetic energy V² proportional ആണ്. അപ്പം Vg² equal to half V² എന്ന് എഴുതാം. or Vg is equal to
1/√2 VE എന്ന് എഴുതാം. ഇത് നമ്മുടെ ഫോർമാണ്. ഗിവൺ വെലോസിറ്റി ഈക്വൽ ടു n ഇൻറ്റു VE, where n ഈസ് ഈക്വൽ ടു 1/√2. h കണ്ടുപിടിക്കാൻ n² r/1 മൈനസ് n² എടുത്താൽ മതി. അവിടെ n² എന്ന് പറയുന്നത് 1/2 കൊടുക്കാം. സോ 1/2 ഇൻറ്റു r/1 മൈനസ് 1/2 എന്ന് എഴുതാം. ഓർ r/2/1/2 അല്ലെങ്കിൽ r എന്ന് വരും. സോ xr ഈക്വൽ ടു r എന്ന് കിട്ടി. ഓർ x ഈക്വൽ ടു 1 എന്ന് എഴുതാം. എക്സിന്റെ വാല്യൂ 1 ആണ്. നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ആദ്യമേ ഈ 9 മൈക്രോ ഫാരഡിലെയും 4 മൈക്രോ ഫാരഡിലെയും കപ്പാസിറ്റേഴ്സിന്റെ ടോട്ടൽ ചാർജ് ആണ് ഇവിടെ എടുക്കാൻ പോകുന്ന ക്യാപിറ്റൽ Q ചാർജ് എന്ന് പറയുന്നത്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം. അത് kq/r² ആണ്. ഈ Q എന്ന് പറഞ്ഞാൽ ഇവിടുത്തെയും ചാർജുകളാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ഈ ബ്രാഞ്ചിനെ അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് ചാർജ് കണ്ടുപിടിക്കാം. ഇത് 4 മൈക്രോ ഫാരഡ് ആണ്. ഇതും രണ്ടും കൂടെ കൂട്ടിയാൽ 12 മൈക്രോ ഫാരഡ് കിട്ടും. അപ്പം ഇവരുടെ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 4/16 ആണ്. അത് 3 മൈക്രോ ഫാരഡ് ആണ്. ഇനി അതിലേ പോകുന്ന ചാർജ് കണ്ടുപിടിക്കാൻ Q ഈക്വൽ ടു CV എഴുതിയാൽ മതി. അപ്പൊ C എന്ന് പറഞ്ഞാൽ 3 മൈക്രോ ഫാരഡ് ഇൻറ്റു V 8 ആണ്. അപ്പൊ 24 മൈക്രോ കൂളംബ് എന്ന് കിട്ടും. അപ്പൊ 4ലെ വാല്യൂ കിട്ടി 24 മൈക്രോ കൂളംബാണ്. ഇനി 9 കിട്ടാൻ ഈ 24 ഇങ്ങോട്ടും സ്പ്ലിറ്റ് ആയി പോകുന്നത്. അപ്പൊ 24 ഇൻറ്റു 9 ഡിവൈഡഡ് ബൈ 12 എന്ന് കൊടുക്കാം. ബൈ ടോട്ടൽ ആണ്. സെയിം വോൾട്ടേജ് ഡിവൈഡർ റൂൾ തന്നെ കൊടുത്തു. അപ്പം 24 12 2 തവണ 9 2 18 മൈക്രോ കൂളംബം. അപ്പൊ ഇവിടെ 18 മൈക്രോ കൂളംബും കിട്ടി. ഇവിടെ 24 മൈക്രോ കൂളംബും കിട്ടി. കൂട്ടുമ്പോൾ 42 മൈക്രോ കൂളംബാണ്. സോ 9 ഇൻറ്റു 10⁻⁹ ഇൻറ്റു 42 ഇൻറ്റു 10⁻⁶ ബൈ ഡിസ്റ്റൻസ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് കിട്ടും. 420 എന്ന ആൻസർ കിട്ടും. അല്ലെങ്കിൽ 0.42 എക്സിന്റെ വാല്യൂ എത്രയാണ്? 0.42 എത്ര എഴുതാം എന്നാണ് പറയുന്നത്. ഇൻറ്റു 10⁻³ എന്ന് എഴുതാൻ സാധിക്കും. ഓപ്ഷൻ ആൻസർ 3 ആണ്. ഓപ്ഷൻ 3 ഇസ് റൈറ്റ് ആൻസർ. ഇനി ഇവിടെ പറയുന്നത് ഫ്ലക്സ് ത്രൂ YZ പ്ലെയിനിന് പാരലൽ ആയിട്ടാണ് ഒരു പ്ലെയിൻ വെച്ചിട്ടുള്ളത്. അപ്പൊ YZ പ്ലെയിനിന് പാരലൽ ആണെങ്കിൽ ഇത് Yയും ഈ Z ആണെങ്കിൽ പെർപെൻഡിക്കുലർ വെക്ടർ എന്ന് പറയുന്നത് X ആക്സിസിലൂടെ ആയിരിക്കും. അപ്പൊ ഏരിയ 0.4 I ക്യാപ്പ് എന്ന് വേണം കൊടുക്കാൻ. ഇലക്ട്രിക് ഫീൽഡ് 2/5 E0 I ക്യാപ്പ് പ്ലസ് 3/5 E0 J ക്യാപ്പ് ആണ്. ഫ്ലക്സ് കണ്ടുപിടിക്കാൻ E.A എടുത്താൽ മതി. അപ്പൊ ഐന്റെ ആൾക്കാരെ മാത്രം പ്രൊഡക്റ്റ് എടുത്താൽ മതി. 2/5 ഇൻറ്റു 0.4 ഇൻറ്റു E0, അത് 4 ഇൻറ്റു 10⁻³ ആണ്. വെട്ടിക്കളയുമ്പം ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത് 6.4 ഇൻറ്റു 10² എന്ന് എഴുതാം. 640 എന്ന് കിട്ടും. അല്ലെങ്കിൽ 6.4 ഇൻറ്റു 10² എന്ന് എഴുതാം. എക്സിന്റെ വാല്യൂ എനിക്കിവിടെ 2 എന്ന് എഴുതാൻ സാധിക്കും. 2 ഇസ് ദ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ.